ഈ ഒരു വീഡിയോയിൽ നമുക്ക് സെലക്ഷൻ സോർട്ടിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സെലക്ഷൻ സോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഉള്ള കാര്യം ചെക്ക് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഈ കാണുന്നത് നമ്മളുടെ ഒരു അറയാന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അറ എന്തായാലും സോർട്ടഡ് ആയിരിക്കില്ല. കാരണം നമുക്ക് സോർട്ട് ചെയ്യുന്ന സമയത്ത് സോർട്ട് ആവാത്തൊരു അറയായിരിക്കില്ല സ്വാഭാവികമായിട്ടും തരാം. അപ്പോൾ സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫസ്റ്റ് എലമെൻ്റ് ഇല്ലേ, ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 64. ഈ 64 നമ്മളുടെ ഈ ഒരു അറയിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്നുള്ളത് കൺസിഡർ ചെയ്യും. അതല്ലെങ്കിൽ ഏറ്റവും മിനിമം നമ്പർ എന്ന് പറയുന്നത് 64 ആണെന്നും പറഞ്ഞ് അസ്യൂം ചെയ്യും. എന്നിട്ട് ഈ 64നെ എടുത്തിട്ട് നമ്മളുടെ ഈ അറയിലുള്ള ബാക്കി എലമെൻറ്റ്സ്, അതായത് 25, 12, 22, 11 അതൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യണ നേരത്തെന്ന് പറഞ്ഞാൽ 11 ആണ് 64നേലും ചെറുതെന്നുള്ളത് ഈ ഒരു പ്രോഗ്രാം റിയലൈസ് ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഈ 64നെ 11 ഇരിക്കണോടത്തും 11നെ പിടിച്ചിട്ട് നമ്മൾ 64 ഇരിക്കണോടത്തേക്കും കൊണ്ടുപോകും. അതായത് ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 64 ഈ അറയുടെ ഏറ്റവും ലാസ്റ്റും വരും, അതേപോലെ 11 ഈ അറയുടെ ഏറ്റവും ആദ്യം കയറി വരും. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് ഈ ഒരു അറയിൽ സോർട്ട് ചെയ്ത് ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഇനി അടുത്ത ഐട്രേഷനിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഐട്രേഷൻസ് ഇതിലുണ്ടാവും. നമ്മൾക്ക് എത്ര എലമെൻ്റ് ഉണ്ടോ അത്ര എലമെൻറ്റ് -1, അതായത് ഇപ്പോൾ 5 എലമെൻ്റ് ഉണ്ടെങ്കിൽ 4 ഐട്രേഷൻ വരെ ഇത് പോകും. അഞ്ചാമത്തെ ഐട്രേഷനിൽ സെലക്ഷൻ സോർട്ടിൽ ആ ഒരു അറേ സോർട്ടഡ് ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പാസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ പറഞ്ഞു, അതായത് 64 ആയിരിക്കും ആദ്യം മിനിമം ആണെന്നും പറഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് ബാക്കി എലമെൻറ്റിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 11 ആണ് ഇതിൽ മിനിമം എന്ന് ഈ അൽഗോരിതത്തിന് മനസ്സിലാവുന്നു. എന്നിട്ട് അവരുടെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതായത് 11 ഇരിക്കണോടത്തേക്ക് 64 വരുന്നു, 64 ഇരിക്കണോടത്തേക്ക് 11 വരുന്നു. ഇതാണ് ഫസ്റ്റ് പാസ്. സെക്കൻഡ് പാസിലെന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് എലമെൻ്റ് എടുക്കും, അതായത് 25. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ളത്, അതായത് ഫസ്റ്റ് എലമെൻ്റ് ഓൾറെഡി സോർട്ടഡ് ആണ്. അപ്പോൾ സെർച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 25ന് അടുത്തുള്ള എലമെൻ്റ് ഏതാണ്? 12, പിന്നെ 22, 64 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 25ന് ശേഷം നമുക്ക് അവിടെ ഏറ്റവും മിനിമം വന്നത് 12 ആണ്. അപ്പോൾ 25ഉം 12ഉം തമ്മിലുള്ള പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യും. അതായത് 25 ഇരിക്കണോടത്തേക്ക് 12 പോവും, 12 ഇരിക്കണോടത്തേക്ക് 25 വരും. അപ്പോൾ അങ്ങനെ സെക്കൻഡ് പാസ് കഴിയുമ്പോഴേക്കും നമ്മളുടെ ആദ്യത്തെ 2 എലമെൻറ്റ് സോർട്ടായി. ഇനി മൂന്നാമത്തെ പാസിലെന്ന് പറഞ്ഞാൽ 25, 22, 64 ഇത്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 25നെ മിനിമം ആണ് എന്നും പറഞ്ഞിട്ട് എടുക്കുന്നു. എന്നിട്ട് 25ഉം 22ഉം തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും 22 ആണ് ലോവസ്റ്റ് എന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അൽഗോരിതം ഫൈനലായിട്ടുള്ള എലമെൻ്റ്, അതായത് 64ആയിട്ട് കമ്പയർ ചെയ്യും. അത് പക്ഷേ ഈ 25നേലും ലാർജറാണ്. സോ അത് സ്വാപ്പ് ചെയ്യുന്നില്ല. പകരം 25 ഇരിക്കണോടത്തേക്ക് 22 ഇടും, 22 കിടക്കണോടത്തേക്ക് 25 വരും. അങ്ങനെ അതും സ്വാപ്പ് ചെയ്യും. പിന്നെ ഫോർത്ത് പാസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ അറേ സോർട്ടായിട്ടുണ്ട്, പക്ഷെ പാസ് അപ്പോഴും അവിടെ സംഭവിക്കും. അതായത് 25നെ മിനിമം എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യും, എന്നിട്ട് 64ആയിട്ട് കമ്പയർ ചെയ്യും. ആക്ച്വലി അതിൻ്റെ പൊസിഷൻസ് മാറ്റേണ്ട കാര്യമില്ല, കാരണം അത് കറക്റ്റായിട്ട് 25ന് ശേഷമാണ് 64 വരുന്നത്. അതുകൊണ്ട് അവിടെ വേറെ ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ അവസാനത്തെ പാസിൽ നമ്മളുടെ ഈ ഒരു അറേ സോർട്ടായി കഴിയും. ഇതാണ് പ്രോഗ്രാം വരുന്നത്. നമുക്കിനി ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഞാനൊരു ഓൺലൈൻ കമ്പൈലറിൽ ഇത് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചൊരു പ്രോഗ്രാമാണ്. ഇത് സെലക്ഷൻ സോർട്ടിൻ്റെ തന്നെ പ്രോഗ്രാം. ഞാനത് കളയാണ്. അപ്പോൾ നമ്മളുടെ സാധാ ഒരു C++ പ്രോഗ്രാമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്.
ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്. അറേ ഞാൻ പ്രീ ഡിഫൈൻഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാണ്, യൂസർ ഇൻപുട്ടായിട്ട് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സമയം കളയണ്ടെന്ന് കരുതി. അപ്പോൾ ഇൻ്റെ അറേ ഓഫ് 5 നമുക്കൊരു 5 എലമെൻറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 25, 12, 33, പിന്നെ ഒരു 44, പിന്നെന്താണ് ഒരു 5. ഇപ്പോൾ 5 എലമെൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ മിനിമം എന്നുള്ള ആ ഒരു എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻറ്റ് മിനിമം പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റ് മിൻ എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു വേരിയബിൾ ഉണ്ടാക്കണേ. അതിന് ഞാൻ 0 വെച്ചിട്ട് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾസ് നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഐട്രേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പാസ് സെക്കൻഡ് പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ആ സംഭവം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഫോർ ലൂപ്പാണ്. അപ്പോൾ ഓരോ ഫോർ ലൂപ്പിനും ശ്രദ്ധിക്കേണ്ടത് ഓരോ എലമെൻ്റാണ് അറ്റ് എ ടൈം എടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ പാസ്സിൽ 64 എടുത്ത്, രണ്ടാമത്തെ പാസ്സിൽ 25, പിന്നെ 12, അങ്ങനെയായിട്ടാണ് ഇത് പോണത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം അപ്പോൾ ഞാൻ സാധാ ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അതെല്ലാവർക്കും ചെയ്യാൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ നമ്മളുടെ സൈസ് 5 ആണ്. അപ്പോൾ ഞാൻ n-1 ആണ് ഇവിടെ കണ്ടീഷനായിട്ട് കൊടുക്കണേ. അതായത് n-1 വരയ്ക്കും ഈ ഐട്രേഷൻ പോയാൽ മതി. അപ്പോൾ 5-1 കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് 4 എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഐ ഇൻക്രിമെൻ്റ് ചെയ്യാനുള്ളത് i++. അപ്പോൾ ഈ ഫോർ ലൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു സി ഔട്ട് ചെയ്യാം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ സി ഔട്ട് ചെയ്ത് നമുക്കിത് ആദ്യം റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു അറേയിലെ വാല്യൂസ് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ടോ, അതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ ആ 4 മാറ്റിയിട്ട് അത് 5 തന്നെ ആക്കിയാണ്. കാരണം നമ്മുടെ കമ്പൈലർ അത് എടുത്തില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളുടെ അറേ എല്ലാം തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കളയാണ്. ഇനി അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ മിൻ വാല്യൂ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് പാസ് എടുത്ത് നോക്കാം. ഇവർ ഫസ്റ്റ് പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ 64 മിനിമം വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാണ് ചെയ്യണത്. അതായത് 0th ഇൻഡെക്സിലുള്ള ആ ഒരു വാല്യൂ അതെന്ത് തന്നെയാണെങ്കിലും നമ്മൾ മിനിമം വാല്യൂ ആ ഒരു അറയിൽ അതാണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ സോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കത് സെറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മിൻ ഈക്വൽ ടു ഐ എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്, അതായത് 0th ഇൻഡെക്സ് ആയിരിക്കും ഈ ഒരു മിൻ എന്ന് പറയുന്ന വേരിയബിൾ ക്യാരി ചെയ്യണത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്തു. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യണം. അതായത് സെക്കൻഡ് എലമെൻറ്റ് തൊട്ട് 5th എലമെൻറ്റ് വരെയുള്ള എല്ലാ എലമെൻറ്റ്സ് തമ്മിൽ ഈ ഒരു ഇൻഡെക്സിലുള്ള വാല്യൂ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് തമ്മിലാണ് നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫോർ ലൂപ്പ് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ ജെ ആയിട്ട് കൊടുക്കുകയാണ്. ഇൻറ്റ് ജെ ഈക്വൽ ടു ജെയുടെ വാല്യൂ ഞാൻ ഐ ആയിട്ട് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ 25 മാറിയിട്ട് 5 വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫസ്റ്റ് എലമെൻറ്റ് സോർട്ടഡ് ആണ്. പിന്നെ നമ്മൾ പോയിട്ട് ഫസ്റ്റ് എലമെൻറ്റ് തൊട്ടിട്ട് ഈ ഒരു ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് എലമെൻറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ജെ ഈക്വൽ ടു ഐ എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജെ ലെസ് ദാൻ 5 അത് നമ്മൾ സാധാരണ ആ കണ്ടീഷൻ അത് അതേപോലെ തന്നെ. പിന്നെ ജെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് എലമെൻറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എലമെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ലൂപ്പ് അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മിന്നിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. മിൻ ഇപ്പോൾ ഓൾറെഡി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ
ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അതായത് ഐയുടെ വാല്യൂ 0 ആണ്. ആ 0 ആണ് മിന്നിലിപ്പോൾ സ്റ്റോറായി കിടക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിന്നിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള എലമെൻ്റ് ഏതാണോ ആ ഒരു ഇൻഡെക്സാണ് മിന്നിൽ സ്റ്റോർ ആവേണ്ടത്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ നിലവിൽ ഈ ഫോർ ലൂപ്പിൽ എന്ന് പറഞ്ഞാൽ ബാക്കി എലമെൻറ്റ്സ് ആണല്ലോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ഇഫ് കണ്ടീഷൻ എഴുതി കൊടുക്കണം. അപ്പോൾ ഇഫ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ARR ഓഫ് I, അതായത് നമ്മുടെ ഈ ഫസ്റ്റ് എലമെൻറ്റ് അത് നമ്മളുടെ സെക്കൻഡ് എലമെൻറ്റിനേലും വലുതാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ഓരോ ഐട്രേഷനിൽ മാറും. ഇപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ ഇത് തമ്മിൽ ചെക്ക് ചെയ്യും, സെക്കൻഡ് ഐട്രേഷനിൽ 25ഉം 33ഉം തമ്മിൽ ചെക്ക് ചെയ്യും, പിന്നെ തേർഡ് ഐട്രേഷനിൽ 25ഉം 44ഉം തമ്മിൽ ചെക്ക് ചെയ്യും. അങ്ങനെ ഇതങ്ങ് പൊക്കോണ്ടിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നോക്കേണ്ടത്. ഫസ്റ്റത്തെ രണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കമ്പാരിസൺ പറയുന്നത്. അപ്പോൾ ARR ഓഫ് I എന്ന് പറയുമ്പോൾ ഐട്രേഷൻ സ്റ്റാർട്ടിങ്ങിൽ 25ഉം 12ഉം തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ARR ഓഫ് J ARR ഓഫ് Iനേലും വലുതാണോ എന്നാണ് ഈ ഒരു ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. വലുതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഐനേലും ചെറുത്, അതായത് ഐനേലും ചെറിയ വാല്യൂ നമ്മളുടെ അറേയിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം നമ്മൾ ഈ മിൻ എന്ന് പറയുന്ന വേരിയബിൾ ആ ഒരു ഇൻഡെക്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിൽ കിടന്നിരുന്നത് ആ ഒരു J എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക്, ആ ഇൻഡെക്സ് ഏതാണോ അത് മിന്നിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരാം. ഈ ഫോർ ലൂപ്പിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ഈ വാല്യൂസ് സ്വാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സിമ്പിളാണ്. ആദ്യം ഞാനിവിടെ ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് ഇൻറ്റ് TMP എന്നും പറഞ്ഞിട്ട് ഞാനിടുക. എന്നിട്ട് അതിന് 0 എന്നും പറഞ്ഞിട്ട് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് ആ സ്വാപ്പ് ചെയ്യാൻ നേരത്തെ ടെമ്പററി ആയിട്ട് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫോർ ലൂപ്പിന് പുറത്ത് നമ്മൾ സ്വാപ്പിങ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ ഈ ടെമ്പിൻ്റെ വാല്യൂ ആദ്യം അപ്ഡേറ്റ് ചെയ്യണം. ടെമ്പ് ഈക്വൽ ടു ARR ഓഫ് I എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അകത്തുള്ള വാല്യൂ ഈ TMPയിൽ വന്നിട്ട് സ്റ്റോർ ആവും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ARR ഓഫ് Iയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ARR ഓഫ് Iയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് ARR ഓഫ് നമുക്ക് മിന്നും പറഞ്ഞിട്ട് കൊടുക്കാം. കാരണം മിൻ എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോൾ ഏറ്റവും ഈ അറേയിൽ ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അതിൻ്റെ ഇൻഡെക്സാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ARR ഓഫ് I ഈക്വൽ ടു ARR ഓഫ് മിൻ എന്നും പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി ആ ലോവസ്റ്റ് വാല്യൂ കിടന്നിരുന്നത്, അതായത് ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഫസ്റ്റ് വന്ന് കിടക്കുന്നത് ഈ ഒരു എലമെൻ്റ് ആയിരിക്കും. അതായത് 25 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും ഈ TMP എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ആയി കിടക്കുക. അത് കഴിഞ്ഞ് ഈ സെക്കൻഡ് ലൈൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡെക്സ് ഉണ്ടല്ലോ, അതായത് ARR ഓഫ് I, ഇവിടുത്തെ ഈ 25 മാറ്റിയിട്ട് ARR ഓഫ് മിൻ, ഇവിടുത്തെ ARR ഓഫ് മിൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ ഈ 5നെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ വെറും 5 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ തിരിച്ച് 25നെ കൊണ്ടുപോയിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയി ഇടണം. ആ ഒരു സ്റ്റെപ്പാണ് നമുക്ക് ബാക്കി കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ARR ഓഫ് മിൻ ഈക്വൽ ടു TMP എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു അറേ സോർട്ടായി, അതിനുള്ള ആ ഒരു ഫോർ ലൂപ്പ് സെറ്റായിട്ടുണ്ട്. ഇതോടെ സെലക്ഷൻ സോർട്ട് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോർട്ടായിട്ടുള്ള അറേ ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് ഞാനൊരു ഫോർ ലൂപ്പ് എക്സ്ട്രാ വേറെ എഴുതുകയാണ്. ഇൻറ്റ് K ഈക്വൽ ടു 0 എന്നും പറഞ്ഞിട്ടാണ് അതിന് കൊടുക്കേണ്ടത്. K ലെസ് ദാൻ 5 കൊടുത്തു. K പ്ലസ് പ്ലസ് നമ്മൾ സാധാ ഐട്രേഷൻ ചെയ്യില്ലേ, ആ ഒരു സെയിം പരിപാടി തന്നെ. എന്നിട്ട് ഞാനിവിടെ C ഔട്ട് ചെയ്യാണ് ARR ഓഫ് K, എന്നിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ഇത് കറക്റ്റായിട്ട് സോർട്ടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ റണ്ണ് ഹിറ്റ് ചെയ്ത്, അപ്പോൾ നമ്മളുടെ ഈ ഒരു അറേ ഇവിടെ സോർട്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് സെലക്ഷൻ സോർട്ട് ചെയ്യേണ്ടത്. ഇത് ആദ്യം ഈ 2 നമ്പേഴ്സ്, അതായത് ആദ്യത്തെ 2 എലമെൻറ്റ്സ് തമ്മിലുള്ള ആ ഒരു കമ്പാരിസണിൽ ആദ്യം ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ കറക്റ്റ് സംഭവം പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഐട്രേഷനിൽ 25നെ ഏറ്റവും മിനിമം ആയിട്ട് എടുക്കും. എന്നിട്ട് ഈ 12 തൊട്ട് 5 വരെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സിനെയും തമ്മിൽ ഈ 25 വെച്ചിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 ആയിരിക്കുമല്ലോ അന്നേരം മിനിമം വന്നത്. അപ്പോൾ ഈ 5ൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് 25ഉം 25ൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് 5ഉം ഇടും. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമ്മുടെ സോർട്ടാവും. അപ്പോൾ ഈ ഒരു ഐട്രേഷൻ ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞ് ഇനി സെക്കൻഡ് ഐട്രേഷൻ ഐയുടെ വാല്യൂ 1 ആവും. ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ 12 ആയിരിക്കും എടുക്കുക. എന്നിട്ട് 12നെ ഈ ബാക്കി 3 നമ്പേഴ്സ് വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യും. അതാണ് ഈ ഒരു ഫോർ ലൂപ്പിൽ നടക്കണേ. എന്നിട്ട് നമുക്കിവിടെ ഇപ്പം നിലവിൽ ഈ സെക്കൻഡ് ഐട്രേഷനിൽ ഈ 5ൻ്റെ സ്ഥാനത്ത് 25 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കമ്പയർ ചെയ്യും. അപ്പം നിലവിൽ വേറൊന്നും അതിനേലും വലുതില്ല, 12നേലും ചെറുതില്ല. അതുകൊണ്ട് അവിടെ വേറെ കമ്പാരിസൺ ഒന്നും നടക്കുന്നില്ല. തേർഡ് ഐട്രേഷനിലേക്ക് പോകും. തേർഡ് ഐട്രേഷനിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ 33 44 വെച്ചിട്ട് കമ്പയർ ചെയ്യും, പിന്നെ 25 വെച്ചിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും 25 ആണ് 33നേലും കുറവ്. അപ്പോൾ 33 25 ഇരിക്കണോടത്തേക്കും 25 33 ഇരിക്കണോടത്തേക്കും പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് 44 ആണ് അടുത്ത ഐട്രേഷൻ വന്നത്. അപ്പോൾ 44ഉം 33യും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും 33 ആണ് ചെറുത്. അപ്പോൾ 44 ഇരിക്കണോടത്തേക്ക് 33യും 33 ഇരിക്കണോടത്തേക്ക് 44ഉം വരും. അതോടെ നമ്മളുടെ അറേ സോർട്ടഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ സോർട്ട് ചെയ്യണത്.